മുംബൈ, രാത്രി 11 മണി. പുറത്ത് നല്ല മഴ, റോഡിൽ വെള്ളം, കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ മഴത്തുള്ളികൾ വജ്രം പോലെ. 35 നിലയുള്ള അഗ്നി കോർപ്പിൻ്റെ ടോപ്പ് ഫ്ലോർ, മുഴുവൻ ഗ്ലാസ്. പുറത്ത് മുംബൈ സിറ്റി അവൻ്റെ കാൽക്കീഴിൽ. അവിടെ അവൻ നിൽക്കുന്നു, കയ്യിൽ വിസ്കി ഗ്ലാസ്. പക്ഷെ അതിൽ വിസ്കിയില്ല, വെറും കോള. അവൻ ലഹരി ഇഷ്ടപ്പെടുന്നില്ല. ലഹരിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനെ കൺട്രോൾ ചെയ്യാൻ ഈ ലോകത്തൊരാൾക്കേ കഴിയൂ. അവൻ്റെ പേര് അഗ്നിദേവ് റായ്ചന്ദ്. 29 വയസ്സ്. 10,000 കോടിയുടെ അഗ്നി കോർപ്പിൻ്റെ CEO. ഫോർബേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യാസ് മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ. പെണ്ണുങ്ങൾ അവൻ്റെ ഒരു നോട്ടത്തിന് മരിക്കും. മീഡിയ അവനെ ദി ഡെവിൾ ഇൻ ആർമണി എന്ന് വിളിക്കും. കാരണം അവൻ ചിരിക്കില്ല, ദേഷ്യപ്പെടില്ല. അവൻ്റെ മുഖം എപ്പോഴും ശാന്തം. പക്ഷെ ആ ശാന്തതയുടെ പിന്നിൽ ഒരു അഗ്നിപർവ്വതം ഉറങ്ങുന്നുണ്ടെന്ന് അവൻ്റെ ശത്രുക്കൾക്കറിയാം. ഒരിക്കൽ ഒരു ഡീൽ ചതിച്ച് നേടിയവൻ്റെ കമ്പനി 24 മണിക്കൂറിൽ തകർത്തു. തെളിവില്ല, ആരും ചോദിച്ചതുമില്ല. പക്ഷെ ഇപ്പോൾ ആ അഗ്നിപർവ്വതത്തിൻ്റെ കണ്ണുകൾ ഗ്ലാസിനപ്പുറത്തേക്കല്ല, താഴേക്ക്, 34 നില താഴേക്ക്. റോഡിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ തട്ടുകടയുടെ മുന്നിൽ. അവിടെ ഒരു പെൺകുട്ടി കുട പിടിച്ച് ബസ് കാത്തു നിൽക്കുന്നു. നനഞ്ഞ ചുരിദാർ, മുടി നനഞ്ഞ് മുഖത്തൊട്ടി പിടിച്ചിരിക്കുന്നു. കയ്യിൽ ഒരു ഫയൽ, തളർന്ന മുഖം, പക്ഷേ ആ മുഖത്ത് ഒരു പ്രകാശം. അവളുടെ പേര് നക്ഷത്ര. 24 വയസ്സ്. ഒരു ചെറിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ജോലി. സാലറി 25,000. അച്ഛനില്ല, അമ്മയും അനിയത്തിയും. വാടക വീട്. പക്ഷെ അവളുടെ കണ്ണുകൾ, അതിൽ ഒരാകാശമുണ്ട്, നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. അഗ്നിദേവിൻ്റെ വിസ്കി ഗ്ലാസ്സിൽ ഒരു വിള്ളൽ വീണു. അവൻ അമർത്തിപ്പിടിച്ചതാണ്. നക്ഷത്ര. അവൻ്റെ ചുണ്ടുകൾ മെല്ലെ ആ പേരുച്ചരിച്ചു, ആരും കേൾക്കാതെ. 3 വർഷമായി അവൻ ദിവസവും ഉച്ചരിക്കുന്ന പേര്. അവൾക്കറിയില്ല, ഈ നഗരത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ്റെ ലോകം മുഴുവൻ അവളാണെന്ന്. അവൾ ചിരിച്ച അവൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടും. അവൾ കരഞ്ഞ മുംബൈയിൽ രക്തമൊഴുകും. 3 വർഷം മുമ്പ് അഗ്നിദേവ് തൻ്റെ കമ്പനിയുടെ ഒരു ചാരിറ്റി ഇവൻറ്റിന് പോയതാണ്, ഒരു അനാഥാലയത്തിൽ. മീഡിയയ്ക്ക് വേണ്ടി. അവനിതൊന്നും ഇഷ്ടമല്ല. ഫേക്ക് സ്മൈൽ, ഫേക്ക് ഡൊണേഷൻ. അവിടെ അവൻ അവളെ കണ്ടു, നക്ഷത്രയെ. വോളണ്ടിയറായി വന്നതാണ്. അവൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ ചിരി. ആദ്യമായി അഗ്നിദേവിൻ്റെ ഹൃദയം ഒന്ന് നിന്നു, പിന്നെ പടപടാന്നിടിച്ചു. അവൻ അന്ന് മനസ്സിലാക്കി, താൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. പണം, അധികാരം, പ്രതികാരം എല്ലാം വെറുതെ. ഈ പെൺകുട്ടിയുടെ ഒരു ചിരിക്ക് വേണ്ടി അവനെല്ലാം നശിപ്പിക്കും, എല്ലാം ഉണ്ടാക്കും. അന്നു മുതൽ അവൻ്റെ നിഴൽ അവൾക്ക് പിന്നാലെയുണ്ട്, അവൾ അറിയാതെ. നക്ഷത്ര ബസ് കാത്തു നിൽക്കുന്നു. സമയം 11:15. അവസാനത്തെ ബസ്സും പോയി. മഴ കൂടി വരുന്നു. ഷെടാ, ഇനി ടാക്സി വിളിക്കണം, 300 രൂപയാകും, അവൾ മനസ്സിൽ പറഞ്ഞു. സാലറി കിട്ടാൻ 10 ദിവസം കൂടിയുണ്ട്. പെട്ടെന്ന് ഒരു ബൈക്ക് അവളുടെ മുന്നിൽ വന്ന് നിന്നു. അവർ 3 പേരുണ്ട്. കുടിച്ച് മുഖം ചുവന്നിരിക്കുന്നു. എന്താ മോളെ, ബസ് കിട്ടിയില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, ഒരുത്തൻ ഇളിച്ചു. നക്ഷത്ര പേടിച്ച് പിന്നോട്ട് നീങ്ങി. വേണ്ട, ഞാൻ. വാ മോളെ, പേടിക്കണ്ട, ചേട്ടന്മാർ കൊണ്ടാക്കി തരാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. നക്ഷത്ര നിലവിളിച്ചു. കുട താഴെ വീണു. ഫയൽ നനഞ്ഞു. 35 നില മുകളിൽ വലിയ ശബ്ദത്തോടെ വിസ്കി ഗ്ലാസ് ചുമരിൽ തകർത്തു. അഗ്നിദേവിൻ്റെ കണ്ണുകൾ ചുവന്നു. ശാന്തമായ മുഖം മാറി. ഇപ്പോൾ അവൻ അഗ്നിദേവല്ല, അഗ്നിയാണ്, കത്തുന്ന അഗ്നി. അവൻ ഇൻ്റർകോമിൽ ഒരു ബട്ടൺ അമർത്തി. റെഡ് കോട്ട്, ലൊക്കേഷൻ അഗ്നി കോർപ്പ് ഓപ്പോസിറ്റ്, സബ്ജക്റ്റ് നക്ഷത്ര.
ഫോൺ വെക്കും മുമ്പ് അവൻ ലിഫ്റ്റിലേക്ക് ഓടി. 35 നില, 40 സെക്കൻഡ്, ഓരോ സെക്കൻഡും ഒരു യുഗം. താഴെ ലീവ് മീ, നക്ഷത്ര കുതറി. ഹെൽപ്പ്, ഹെൽപ്പ്. ആരും വരില്ല മോളെ ഈ മഴയിൽ. പെട്ടെന്ന് 3 കറുത്ത SUVകൾ അവരെ വളഞ്ഞു. ഡോർ തുറന്ന് 10 പേർ ചാടിയിറങ്ങി. കറുത്ത സ്യൂട്ട്, കയ്യിൽ ഗണ്ണില്ല. അവർക്ക് ഗൺ വേണ്ട, അവർ തന്നെ ഗണ്ണാണ്. അഗ്നിദേവിൻ്റെ ഷാഡോ യൂണിറ്റ്, നിയമത്തിന് പുറത്തുള്ള അവൻ്റെ ആർമി. ഡാ, ഹെഡ് സെക്യൂരിറ്റി ചെറുതായി മുരണ്ടു. 3 പേരുടെയും ലഹരി ഇറങ്ങി. ചേട്ടന്മാരെ, ഞങ്ങൾ. കൈയെടുക്ക്. ഹെഡ് സെക്യൂരിറ്റി നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ നോക്കി. അവൻ വിറച്ചുകൊണ്ട് കൈയെടുത്തു. നക്ഷത്രം ഞെട്ടി നിൽക്കുന്നു. ഇതാരാണ്? ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോഴാണ് ഒരു ബ്ലാക്ക് റോൾസ് റോയ്സ് വന്ന് നിന്നത്. ഡോർ തുറന്നു. അഗ്നിദേവ് ഇറങ്ങി. മഴയിൽ സ്യൂട്ട് നനയുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല. അവൻ്റെ കണ്ണുകൾ നക്ഷത്രയിൽ മാത്രം. അവൾ സേഫാണോ? അവൾക്കെന്തെങ്കിലും പറ്റിയോ? അതാണ് അവൻ്റെ കണ്ണുകൾ തിരയുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. 2 അടി ദൂരത്ത് നിന്നു. കൂടുതൽ അടുത്ത് പോയാൽ അവൻ അവളെ വാരി പുണരാൻ തോന്നും. 3 വർഷത്തെ നിയന്ത്രണം പോകും. അറിയോക്കെ? അവൻ്റെ ശബ്ദം തണുത്തുറഞ്ഞത്. പക്ഷേ ആ തണുപ്പിൻ്റെ അടിയിൽ ഒരു അഗ്നി എരിയുന്നുണ്ടായിരുന്നു. നക്ഷത്രയ്ക്ക് അത് മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ ആളുകൾക്ക് മനസ്സിലായി. ബോസിന് ദേഷ്യം വന്നാൽ ചോര വീഴും. നിങ്ങൾ? നക്ഷത്ര വിറച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങളാരാ? അഗ്നിദേവ് മറുപടി പറഞ്ഞില്ല. അവൻ തിരിഞ്ഞു ആ 3 പേരെ നോക്കി. അവൻ്റെ ആ നോട്ടം മതി 3 പേരും നിലത്തേക്ക് മുട്ടുകുത്തി വീണു. സർ, മാപ്പ് തരണം സർ, ഞങ്ങളറിയാതെ. ഇവൾ നിങ്ങളുടെ. എൻ്റെ? അഗ്നിദേവിൻ്റെ ശബ്ദം മെല്ലെ. അതാണ് ഏറ്റവും അപകടം. അവൻ അലറില്ല. മെല്ലെ സംസാരിക്കുമ്പോഴാണ് മരണം ഉറപ്പാകുന്നത്. ഹെഡ് സെക്യൂരിറ്റി അഗ്നിദേവിൻ്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ബോസ്, പോലീസ്? വേണ്ട, അഗ്നിദേവ് പറഞ്ഞു. പോലീസ് കൊണ്ടുപോയാൽ അവർ 6 മാസം കഴിഞ്ഞിറങ്ങും. ഞാൻ വെറുതെ വിട്ടാ നാളെ ഒരു പെൺകുട്ടിയെ. അവൻ നിർത്തി. നക്ഷത്രയെ നോക്കി. വേറെ ഒരു നക്ഷത്രയെ ഉപദ്രവിക്കും. അവൻ കൈ ഉയർത്തി. ഒരു സൈൻ. ഷാഡോ യൂണിറ്റ് അവരെ വലിച്ചിഴച്ച് SUVയിൽ കയറ്റി. എന്താ നിങ്ങളവരെ എന്നവൾ ചോദിക്കാൻ തുടങ്ങി. അവർ സേഫായിരിക്കും, അഗ്നിദേവ് കള്ളം പറഞ്ഞു. അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കള്ളം. നക്ഷത്രയ്ക്ക് വേണ്ടി. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, മറ്റൊന്നുമില്ല. അവൻ തൻ്റെ കോട്ടെടുത്തു. 5 ലക്ഷത്തിൻ്റെ ബ്രിയോണി കോട്ട് അവളുടെ നനഞ്ഞ തോളിൽ ഇട്ടുകൊടുത്തു. അവൻ്റെ കൈ അവളുടെ തോളിൽ തൊട്ടില്ല. തൊട്ടാ അവൻ തളർന്നു പോകും. നിൻ്റെ വീടെവിടെയാണ്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാൻ ടാക്സി. ഈ മഴയിൽ ടാക്സി കിട്ടില്ല. കിട്ടിയാലും സേഫ് അല്ല. അവൻ്റെ ശബ്ദത്തിൽ ഒരു വാണിംഗ്. നക്ഷത്രയ്ക്ക് വേണ്ടിയല്ല, ടാക്സി ഡ്രൈവറിന് വേണ്ടി. അവൻ നക്ഷത്രയെ നോക്കിയാൽ അവൻ്റെ കണ്ണ് അഗ്നി ചൂഴ്ന്നെടുക്കും. നക്ഷത്രയ്ക്ക് പേടിയായി. ഈ മനുഷ്യൻ ആരാണ്? എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? പക്ഷെ മഴ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. ചെമ്പൂർ സാർ. കയറ്. അവൾ ഒരു മടിയോടെ കാറിലേക്ക് കയറി. കാറിൽ നിശബ്ദത. അഗ്നിദേവ് ഡ്രൈവ് ചെയ്യുന്നു. നക്ഷത്ര ബാക്ക് സീറ്റിൽ. അവളുടെ മടിയിൽ അവൻ്റെ കോട്ട്. അതിലവൻ്റെ മണം. ഒരു പ്രത്യേക മണം. ചന്ദനവും മഴയും കൂടി കലർന്ന പോലെ. അവളുടെ ഹൃദയം എന്തിനോ പടപടാന്നിടിക്കുന്നു. താങ്ക് യു സർ, അവൾ മെല്ലെ പറഞ്ഞു. നിങ്ങളില്ലായിരുന്നെങ്കിൽ. അഗ്നി, അവൻ പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ പേര് അഗ്നി, സാറല്ല. നക്ഷത്രം ഞെട്ടി. അഗ്നി കോർപ്പിൻ്റെ? നിങ്ങളാണോ അഗ്നിദേവ് റായ്ചന്ദ്? ഓ മൈ ഗോഡ്, സോറി സർ, ഞാൻ അറിയാതെ. അവൾ വിക്കി. അഗ്നിയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചലനം. ചിരിയോ? 3 വർഷത്തിന് ശേഷം ആദ്യമായി അവൾ അവൻ്റെ പേര് പറഞ്ഞു. അഗ്നി. സാരമില്ല. നിന്റെ പേര്? നക്ഷത്ര ശർമ്മ. നക്ഷത്ര? അവൻ മനസ്സിൽ വീണ്ടും ഉച്ചരിച്ചു. അവളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ വെറുതെ ഒരു സുഖം. നക്ഷത്ര,
ഇനി രാത്രി ലേറ്റാവരുത്. മഴയത്ത് ഒറ്റയ്ക്ക് നിൽക്കരുത്. ഈ കാലം അത്ര നന്നല്ല. നിന്റെ വീട്ടുകാർക്ക് ടെൻഷനാവും. എനിക്ക് ഭ്രാന്താവുമെന്ന് അവൻ പറഞ്ഞില്ല. ശരി സർ. അല്ല അഗ്നി, അവൾ തിരുത്തി. കമ്പനിയിൽ ലേറ്റായി. പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ബോസ് ആരാ? അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് മൂർച്ചയുള്ളതായി. അവളെ ലേറ്റാക്കി നിർത്തിയ ബോസ് അവൻ ആരാ? അവൻ കൈ ചുരുട്ടി. റോഹൻ സർ, ഇവൻ ഹെഡാ. പക്ഷെ കുഴപ്പമില്ല, ഹീസ് ഗുഡ്. റോഹൻ. അഗ്നിയുടെ മനസ്സിൽ ആ പേര് പ്രിൻ്റായി. റോഹൻ, ഇവൻ ഹെഡ്, നക്ഷത്രാസ് ബോസ്. ചെമ്പൂർ, ഒരു പഴയ ബിൽഡിംഗ്. കാർ നിന്നു. നക്ഷത്ര ഇറങ്ങാൻ നോക്കി. വെയിറ്റ്, അഗ്നി പറഞ്ഞു. അവൻ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി. കറുത്ത കാർഡ്, ഗോൾഡ് ലെറ്ററിൽ അഗ്നി നമ്പർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്ക്. 24 മണിക്കൂറും അവൈലബിൾ ആണ്. സർ, ഇത് വേണ്ട. നിങ്ങൾ ചെയ്ത ഹെൽപ്പ് അത് മാത്രം മതി. എടുക്ക്. അവൻ്റെ ശബ്ദം ഓർഡർ പോലെ, പക്ഷെ കണ്ണിൽ ഒരപേക്ഷയാണോ? നക്ഷത്ര വിറച്ചുകൊണ്ട് കാർഡ് വാങ്ങി. താങ്ക് യു. അവൾ ഇറങ്ങി ഓടി. തിരിഞ്ഞു നോക്കിയില്ല. അഗ്നി കാറിലിരുന്നു. അവൾ പോകുന്നത് നോക്കി. അവളുടെ ബിൽഡിങ്ങിൻ്റെ ലൈറ്റ് തെളിയുന്നത് വരെ, അവൾ സേഫായി വീട്ടിൽ കയറിയെന്ന് ഉറപ്പാകുന്നവരെ. പിന്നെ അവൻ ഫോൺ എടുത്തു. റോഹൻ, ഇവൻ ഹെഡ്, നക്ഷത്രാസ് കമ്പനി, ഫുൾ ഡീറ്റെയിൽസ്, 10 minutes. യെസ് ബോസ്. ഫോൺ വെച്ച് അവൻ സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ചു. കണ്ണടച്ചു. അവളുടെ മണം ഇപ്പോഴും കാറിലുണ്ട്, അവൻ്റെ സീറ്റിൽ. നക്ഷത്ര, അവൻ വീണ്ടും മന്ത്രിച്ചു. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്റെ നിഴലായി ഞാനുണ്ടാവും, നീ അറിയാതെ. നീ വേണ്ടെന്ന് പറഞ്ഞാലും. അതേസമയം മുംബൈയുടെ പ്രാന്തപ്രദേശത്ത് ഒരു പഴയ ഗോഡൗണിൽ ആ 3 പേരെ കെട്ടിയിട്ടിരിക്കുന്നു. വായിൽ തുണി തിരുകിയിട്ടുണ്ട്. ഹെഡ് സെക്യൂരിറ്റി ഫോണിൽ. ബോസ്, വാട്ട് ടു ഡു? അഗ്നിയുടെ ശബ്ദം ഫോണിൽ, തണുത്തുറഞ്ഞത്. അവൻ്റെ കൈ, അവളെ തൊട്ട ആ കൈ, അതിനി വേണ്ട. യെസ് ബോസ്. ഫോൺ കട്ടായി. ഗോഡൗണിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ അതാരും കേട്ടില്ല. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. സൈക്കോ ആകും. അവളെന്ന് വെച്ചാ അവന് ഭ്രാന്താണ്. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എങ്ങനെയുണ്ട്? ഇതും ഫസ്റ്റ് ടൈം എഴുതുന്നതാണ്. ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞു വേണം മുന്നോട്ട് എഴുതണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ. പറയൂ, തുടരട്ടെ? നിങ്ങൾക്കിഷ്ടമായോ?